കണ്ണൂരിൽ ഗവർണർക്ക് കരിങ്കൊടി. SBI ജംഗ്ഷനിൽ വെച്ച് KSU പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. 3 KSU പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം? അമൃത, തളിപ്പറമ്പിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ഇന്ന് കണ്ണൂരിലെത്തിയത്. ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം കണ്ണൂരിലെത്തിയത്. അതിനുശേഷം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി 4:20 അദ്ദേഹം ഇവിടെ നിന്ന് തളിപ്പറമ്പിലേക്ക് പുറപ്പെട്ടത്. അതിനിടെയാണ് കണ്ണൂർ SBI ജംഗ്ഷനിൽ വെച്ച് 5 KSU പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ജില്ലാ പ്രസിഡന്റ് അതുൽ MC എന്നിവരുടെ നേതൃത്വത്തിലാണ് 5 KSU പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. SBI ജംഗ്ഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഗവർണറുടെ വാഹനം തിരിയുമ്പോൾ വഴിയരികിൽ കരിങ്കൊടിയുമായി കാത്തിരുന്ന പ്രവർത്തകർ റോഡിൽ വാഹനത്തിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി ചാടുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം, സമരം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസും നേരത്തെ ഒരു മുൻകരുതലൊന്നും പോലീസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവർണറുടെ വാഹനം ഒരല്പസമയം, ഏതാണ്ട് സെക്കൻഡുകൾ മാത്രമെങ്കിലും അവിടെ റോഡിൽ നിർത്തിയിടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്തായാലും ഗവർണറുടെ വാഹനത്തിനരികിലേക്ക് കരിങ്കൊടിയുമായി പ്രവർത്തകർ പാഞ്ഞെടുത്തു. അപ്പോഴേക്കും പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും വഴിയരികിൽ ഉണ്ടായിരുന്ന പോലീസും ഇവർക്കരികിലേക്ക് പാഞ്ഞെടുക്കുകയും തുടർന്ന് ഇവരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര അലോക്കറിനെതിരെയാണ് അതിനെതിരെയാണ് ഗവർണർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം KSU ഇന്ന് സംഘടിപ്പിച്ചത്. എന്തായാലും 3 KSU പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി സുനിൽ.